കണ്ണൂർ ADMന്റെ മരണത്തിൽ TV പ്രശാന്തിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തുന്നു. അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതുകൊണ്ട് തരാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. വിവരാവകാശ നിയമപ്രകാരമാണ് ചോദ്യം ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പ് കൊടുത്തത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ. ഈ വിവരാവകാശ രേഖയിൽ എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? എന്താണ് ആരോഗ്യവകുപ്പ് തള്ളിക്കളഞ്ഞത്? ഗുഡ് മോർണിംഗ് എക്സ്കൻ. ഞാൻ 7 ചോദ്യങ്ങളാണ് പ്രധാനമായി ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടത്. അതിൽ ഒന്ന്, TV പ്രശാന്തൻ ഇത്തരത്തിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങണം. അദ്ദേഹം ഒരു ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനാണ്. സ്വാഭാവികമായി ഒരു പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ മുൻകൂർ അനുമതി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വാങ്ങണം. അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു അപേക്ഷ നൽകി മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു. അനുമതി വാങ്ങിയിരുന്നെങ്കിൽ അതെന്നാണ് അപേക്ഷ നൽകിയത്? ഒപ്പം ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ ADM കൈക്കൂലി ചോദിച്ചതായി ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നാണ് നൽകിയത്? അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുക, അതിൻ്റെ പകർപ്പ് ലഭ്യമാക്കുക. കൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രിഗഡെ നേരിട്ടെത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു TV പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിന്റെ ശുപാർശകൾ എന്തെല്ലാമാണ്, ആ റിപ്പോർട്ടിന്റെ പകർപ്പ്, ഈ ചോദ്യങ്ങളാണ് പ്രധാനമായി ആവശ്യപ്പെട്ടത്. അതിലെല്ലാത്തിനും ചേർത്ത് ഒരൊറ്റ മറുപടിയാണ് ഈ വിവരാവകാശത്തിൽ അവർ നൽകുന്നത്. ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന മറുപടി ഇപ്രകാരമാണ്. അതായത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായ TV പ്രശാന്ത് നെതിരെ അച്ചടക്ക നടപടി വിഷയത്തിൽ തലത്തിൽ അന്വേഷണവും കോടതി നടപടികൾ എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ താങ്കൾ ആവശ്യപ്പെട്ട അപേക്ഷയിൽ മേൽ പകർപ്പുകൾ ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ്. പക്ഷേ ഇതിൻ്റെ വിരോധാഭാസം എന്തെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രശാന്തിനെ പ്രതി പോലും ചേർത്തിട്ടില്ല. അതുകൂടാതെ പ്രശാന്തിൻ്റെ ആരോഗ്യവകുപ്പിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ ഒരു വിഷയവും വന്നിട്ടില്ല. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ് അന്വേഷണമെല്ലാം നടക്കുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് മുൻകരുതൽ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കരുതൽ പ്രശാന്തിന് വേണ്ടി എടുത്തിരിക്കുന്നു എന്ന് വേണം ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷേ ഈ വിഷയമുണ്ടായപ്പോൾ ഏറ്റവും രൂക്ഷമായി, അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ ശക്തമായി പ്രതികരിച്ച ആളാണ് ആരോഗ്യമന്ത്രി. TV പ്രശാന്തൻ എന്നൊരാൾ ഇനി സർവീസിൽ ഉണ്ടാകില്ല, സർക്കാർ ജോലിക്കാരനായി ഉണ്ടാകില്ല എന്ന് ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞ ആളാണ് വീണ ജോർജ്. പക്ഷേ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ അങ്ങനെയല്ല. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ TV പ്രശാന്തിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ചേർത്ത് പിടിക്കുകയാണ്. ഒരു ഭാഗത്ത് ആരോഗ്യമന്ത്രി തള്ളുകയും മറ്റൊരു ഭാഗത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മറ്റൊരു ചെറിയ കാര്യം, അതായത് ഇത്തരം ഒരു വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകുമ്പോൾ അത് വകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം, ജീവനക്കാർ മാത്രം മറുപടി നൽകും എന്ന് ഉമേഷ് കരുതുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യം, കൃത്യമാണ്. കാരണം പ്രത്യേകം ഈ മാധ്യമങ്ങൾ ഇത്രത്തോളം ചർച്ച ചെയ്യുകയും മന്ത്രി തന്നെ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്തരമൊരു മറുപടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അതിലെന്തായാലും വ്യക്തത വരുത്തേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജിന് ഈ കുടുംബത്തെ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ്. പ്രളയ സമയത്തെല്ലാം നവീൻ ബാബു ആരോഗ്യമന്ത്രിയോട് ഒപ്പം ചേർന്ന് നിന്ന് പത്തനംതിട്ടയിൽ പ്രവർത്തിച്ച ആളാണ്. അത്തരത്തിൽ അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ആൾക്കെതിരെ ഉള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിൽ കരുതലോടുകൂടി, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കലും അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം സസ്പെൻഷൻ നടത്താൻ വേണ്ടി നടത്തിയ അന്വേഷണമാണ്. ആരോഗ്യവകുപ്പിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ രാജൻ ഗോബ്രിഗഡെ നേരിട്ട് പോയി നടത്തിയ അന്വേഷണം. ഈ അന്വേഷണ റിപ്പോർട്ട് പോലും നൽകാതെ TV പ്രശാന്തിനെ ആരോഗ്യവകുപ്പ് ചേർത്ത് പിടിക്കുകയാണ്. ഇതിൽ എന്താണ് സംഭവിച്ചത്, ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തായാലും ഇനി ആരോഗ്യമന്ത്രി തന്നെ വിശദമായി നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഒരു സാധാരണ RTI ഫയൽ ചെയ്യുമ്പോൾ മറുപടി നൽകേണ്ട ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചിട്ടല്ല ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിട്ടാകണം ഈ ഒരു മറുപടി ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്ന്.